ലൈല മുന്നാ ലൈല മുന്നാ ലൈല മുന്നാ മുന്നാ ലൈല ലൈല മുന്നാ 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 ലൈല 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 തീരുവാ അതെ ഒരു കാര്യം ചെയ്യ്, ഒരു കപ്പയും ചക്കയും മാങ്ങകളും കൂടി അതിനടുത്തേക്ക് വെക്കി. എന്തിനു നമ്മളെന്നെ അന്തിച്ചന്തയില് ചെറുകിട വ്യാപാരത്തിന് വന്നിരുന്നാണ് ഇവിടെ. ഞാൻ അതിനൊന്നും വന്നല്ല. ഇങ്ങോട്ട് വാ, എന്താ പെട്ടെന്ന് നമുക്ക് മുങ്ങാം. എന്തത്തിന് എന്നാന്നോ, എനിക്ക് ഈ മുന്നേനെ വെളുത്തിഷ്ടാ. എന്നതാ മുന്നേടെ ചെരുപ്പ് ഇഷ്ടമാന്ന് പറഞ്ഞേ? ചെരുപ്പല്ലെന്ന്, എനിക്ക് ഈ മുന്നാനെ പരുത്തിഷ്ടാ. അതെങ്ങനെ ഒളിഞ്ഞു നോക്കിയില്ലേ? എപ്പോ ഞാൻ കണ്ടായിരുന്നു. അതെങ്ങനെ കണ്ടു? എങ്ങനെ കണ്ടെന്നാ, പിന്നെ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിന്റെ അകത്തല്ലേ വരുന്ന തുണി വാർന്നത്. 2 കീറച്ചാക്ക് മറിച്ച് വെച്ച് തുണി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒളിച്ചു നോക്കൂലേ? ഞാൻ നിന്നെ ഒളിഞ്ഞു നോക്കിയൊന്നുമല്ല. എന്റെ ഒരു സാധനം അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാ. അത് ഇപ്പൊ തന്നെ കുഴിച്ചിട്ടുള്ള മാന്തി പറിച്ചെടുക്കണ്ട. അത് അവിടെ കിടന്ന് മൂത്ത് വലുതാവട്ടെ, എന്നിട്ട് നമുക്ക് പറിച്ച് കിഴങ്ങ് പുഴുങ്ങി തിന്നാം. അങ്ങനെ പുഴുങ്ങി തരുന്ന കിഴങ്ങൊന്നും അവിടെ നട്ടത്. പിന്നെ വേറെ സാധനം എങ്ങനെ പറ്റുന്ന അങ്ങനെ കീച്ചിക്കൊണ്ടിരിക്കണ്ട. വാപ്പച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമാവും. അയ്യോ അതെ വാപ്പച്ചി, അയ്യോ വാപ്പച്ചി. ആരാ നീയാ? അത് കർഷകന്റെ ശത്രുവല്ലേ? അത് മുന്ന. ആരല്ലേ ഇത്? ഇത് മുന്ന. പാപ്പച്ചിക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം പറയട്ടെ. ഈ നിൽക്കുന്ന മുന്നേ ഉണ്ടല്ലോ, ഞാനവിടെ തുണി മാറിയപ്പോ വന്നോളിഞ്ഞു നോക്കി. ഇല്ല, സന്തോഷം വരുന്ന കാര്യം തന്നെ പറഞ്ഞത്. DJ പാർട്ടി നടത്താത്ത ഭാഗ്യം. നീ എന്തിനിവിടെ വന്നു? നീ എന്തിനിവിടെ വന്നു? ലൈലയെ കാണാൻ വന്നതാണോ? ഞാൻ ലൈലയെ കാണാൻ വന്നല്ല. പിന്നെ നീ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഇവിടെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. എന്താ സാധനം എടുത്തിട്ട്? സാധനം കുഴിച്ചിട്ടുണ്ട്. അത് എടുത്തിട്ടാണെങ്കിൽ ഇപ്പൊ വന്ന രാത്രി വന്നൂടെ? നമുക്ക് ഒരുമിച്ച് എടുത്ത് കഴിച്ചുകൂടായിരുന്നു. പാറ്റാറല്ല കുഴിച്ചിട്ട്. ഞാൻ വേറെ ഒരു സാധനം. എന്താ സാധനം? പിന്നെ പറയാം. പാപ്പച്ചി, ഈ നിൽക്കുന്ന മുന്നേനെ എനിക്ക് കെട്ടിച്ചു തരണം. മുന്നേനെ കെട്ടിച്ചു തരണം? ഒരിക്കലും നടക്കുന്നു. ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. കെട്ടിച്ചു തരത്തില്ല. രണ്ടു വഴിക്ക് പൊക്കോളണം. അങ്ങോട്ട് പോകണ്ട, അവിടെ സിംഹമുണ്ടോ? അങ്ങോട്ട് പോകണ്ട, അവിടെ കടുവയുണ്ടോ? അന്നെ കണ്ട കാട്ടി കിടക്കുന്ന പുല്ലിനെയൊക്കെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റി വെച്ചേക്ക. എന്നിട്ട് ഞങ്ങൾക്ക് തന്നത് ചപ്പാത്തി, അവർക്ക് കൊടുക്കുന്നത് ഇറച്ചിയും. എനിക്കാണെങ്കിൽ കൊതിയായിട്ടും എന്റെ പൊന്നു പാപ്പച്ചി, ഞാൻ ഇവിടെ നോക്കാനും കെട്ടാനൊന്നും വന്നതൊന്നുമല്ല. അല്ലേ? അല്ല, എന്റെ ഒരു സംഭവം ഇവിടെ കിടപ്പുണ്ട്, അത് എടുത്തു പോകാൻ വേണ്ടി വന്നതാ ഞാൻ. മുന്ന, നിനക്കറിയില്ല, അതായത് ഈ സർക്കസിനൊരു പ്രശ്നമാണ്. ഈ സർക്കസിൽ നിന്ന് ഏതെങ്കിലും പെണ്ണിനെ പുറത്തു നിൽക്കുന്ന ഒരുത്തൻ നോക്കിക്കഴിഞ്ഞാല് പിന്നെ അവനെ പുറം ലോകം കാണില്ല. അതൊക്കെ തർപ്പിച്ച് പറയുന്നേ. അങ്ങനല്ലേ ഞാൻ ഇവിടെ വന്ന 25 കൊല്ലം ഒരു പുലിനക എടുക്കാൻ വന്നേണ്. എന്താ ഈ ലൈലെ മുന്നേ കേക്കട, ഈ ലൈലയുടെ അമ്മയില്ലേ പന്ന, അവള് മഹാപന്നയാണ്. പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടാ. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം കേട്ടോ. എന്റെ സാധനം കിടക്കുന്ന കണ്ടിന്യൂ. എന്റെ സാധനം ഇവിടെ എന്ത് സാധനം കിടക്കുന്ന പറഞ്ഞ ഈ സർക്കസ് കൂടാരത്തിനകത്തെ എന്റെ പൊക്കിൾ കുടിച്ചിട്ടുണ്ട്. നിന്റെ പൊക്കിൽ ഇവിടെ ഒന്നും കുടിച്ചിട്ടില്ല. നിന്റെ വീട്ടുമുറ്റത്ത് പോയി നോക്കണേ. അവിടെ എവിടെയെങ്കിലും ആ കല്ലിന്റെ അടിയില് അതാണ് സാധാരണ വരാറുള്ളത്. ഇവിടെ ഒന്നും ഇല്ല അതൊന്നും. അതല്ലെന്ന്. പിന്നെ ഇങ്ങനെ വട്ടത്തിരിക്കുന്നത് ചുരുണ്ടി മുറുക്ക മുറുക്കല്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമൊന്നും തോന്നല്ലേ? ഇല്ല. ഈ ചുരിദാർ എവിടെ നിന്ന് വാങ്ങിച്ചാ? ചുരിദാർ? ഈ ചുരിദാർ എവിടെ നിന്ന് വാങ്ങിച്ചാ? മുന്നേ എന്തായി സംസാരിച്ചു? എന്റെ മോളെ ഒളിഞ്ഞു നോക്കി ഇവിടെ വന്നെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് എന്താ കാണിച്ചാ? നിന്നെക്കാട്ടി എത്ര മൂത്ത ഞാനാ? എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചത് ഈ ചുരിദാർ എവിടെന്നാ മേടിച്ചതല്ല? അറിയാ ചോദിച്ചു. നിനക്ക് എത്ര വിവരമുണ്ടോ? കൊല്ലം പർത്താസ് അവിടെ കൂട്ടിയിട്ടുണ്ട്. ഭാര്യ ഇഷ്ടം പോലെ ഓഫർ ഇട്ടിട്ടുണ്ട്. എടുത്തോ. പിന്നെ ജനന്റെ കട്ടനിടാണ് ഇത്ര സാധനം. വേറെ കാര്യം ചെയ്തു പാപ്പച്ചി, നിങ്ങളുടെ സർക്കസിനകത്തെ ഈ പെണ്ണുങ്ങൾ എന്താ ഒറ്റ വീലല്ല ഇങ്ങനെ ചവിട്ടി പോകുന്നത്? മുന്നേ നിനക്ക് ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അതിൽ 2 വീലില്ലേ? അത് വെച്ച് നീ ചവിട്ടുന്നില്ലേ? പിന്നെ എന്തിനാ നീ ഇവിടെ സർക്കസിലെ പെണ്ണുങ്ങൾ സൈക്കിൾ ചവിട്ടുന്ന? അത് എന്തിനാ ഒറ്റ വീലിൽ ചവിട്ടണേന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അതുണ്ടല്ലോ നിനക്ക്. പിന്നെ എന്തിനാ ചവിട്ടുന്ന? അങ്ങനെ ചോദിക്കുന്ന കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അത് പോട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മുന്നേക്ക് എന്താ പറയാന്ന് പറഞ്ഞാലേ ബാബുജി ഈ സർക്കസിനകത്ത് എന്തോ ചെയ്യുന്നത്? സർക്കസിനകത്ത് ഞാൻ ഈ പുലിയെ ട്രെയിൻ ചെയ്യിക്കും, സിംഹത്തിനെ ട്രെയിൻ ചെയ്യിക്കും. അങ്ങനെ പല കാര്യങ്ങളാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്.
പിന്നെ ഇപ്പൊ ഞാൻ എന്റെ വൈഫിനെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ അവളെ പറഞ്ഞാ കേൾക്കൂല, അതാ കുഴപ്പം. അങ്ങനെ പാപ്പച്ചി എന്റെ സാധനം തരാൻ എനിക്ക് അങ്ങ് പോകാറുണ്ട്. ബീഗിൽ കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് ലൈല പാപ്പച്ചി വാ പോരെ, അല്ലെങ്കിൽ ആകാവും. വാ വാ വാ, പെട്ടെന്ന് പോണം. വാ 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 വാ. പാട്ട് കേൾക്കാൻ നോക്കി. ഐസ്ക്രീം അല്ലേ ഇത്? തൂക്കലായത് ഇതായിരുന്നോ സംഭവം? എന്താ നോക്ക് കരയുന്ന? എന്ത് പറ്റി? എന്താ കരയുന്ന? ആ, ഇതിന് തിളക്കത്തിനകത്ത് എന്റെ മുഖം കണ്ടപ്പോ ചപ്പിളിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. ആടാ അത് തോന്നല്ലേ? കൊണ്ടുപോട്ടെ. അല്ല കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോകാൻ വന്നാണ്. കൊണ്ടുപോകാൻ വന്നതാ. ഇത് വെച്ചൊന്നും പരിപാടിയൊന്നും ഇല്ലേ? പരിപാടി കണ്ടത് ഞാൻ എങ്ങനെ? കേൾപ്പിക്കാം. മോനെ മുന്ന മോനെ, ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടോ ഈ ഊത്ത്? ഇത് നീ എങ്ങനെയാ ഈ ഊത്തൂതിയ? ഞാൻ കേട്ടോ ഞാൻ ഊതുമ്പോ കേൾക്കുന്ന ഒന്നും കിട്ടോ? നീ എന്നെ ഊതു. പിന്നെ നീ കബീറിന്റെ ആരെങ്കിലും ആണോ? ഏത് കബീറിന്റെ കലാസ്റ്റാറോ? അല്ലെന്ന് വേറെ കബീർ അവന്റെ ആരെങ്കിലും ആണോ? അല്ലേ? അല്ല. പിന്നെ നീ എങ്ങനെയാ ഇത് ഊതിയത്? ഇത് ഊതിയെന്ന് പറഞ്ഞാൽ പണ്ടെന്റെ വാപ്പച്ചി ഊതുന്ന ഞാൻ കേട്ട് ഞാൻ പഠിച്ചത്. പണ്ടെന്റെ വാപ്പച്ചി ഉണ്ടായിരുന്നു അമീർ. അമീർ? അമീറാണ് എന്റെ വാപ്പച്ചി. ശ്ശെടാ, അമീറിന്റെ മോനായിരുന്നോ നീ? അമീറിന്റെ നീ ഇത് പറയണ്ട നെയ്യ, നീ ഇത് പറയണ്ട അമീറിന്റെ മോനാണെന്ന്. ഓ കുഴച്ചങ്ങ് വാരി വന്നല്ലോ അങ്ങ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്നെ ഒരു തറമക്കാരൻ തട്ടിക്കൊണ്ട് പോയത്. തറമക്കാരനാ? പിച്ചക്കാരൻ 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 തട്ടിക്കൊണ്ട് പോയതാ. എന്നിട്ട് എന്തിനാ ഈ റബ്ബറിനെക്കാരാണോ? ഈ റബ്ബർ എടുക്കാനില്ല, പിന്നെ പിച്ചക്കാരൻ തട്ടിക്കൊണ്ട് പോയത്തുനിന്ന് എന്നെ ഒരു ഡോക്ടർ തട്ടിക്കൊണ്ട് പോയി. നിന്നെ എങ്ങനെ എല്ലാരും കൂടെ തട്ടിക്കളിക്കാൻ വേണ്ടി ഓണപ്പന്താണോ? ഡോക്ടർ തട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു അങ്ങാരം മോനാന്ന് പറഞ്ഞ് എന്നെ വളർത്തി പഠിപ്പിച്ചു. ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വന്നു, ജ്യൂസൊക്കെ വാങ്ങിച്ചു വന്നു, കുടിച്ചു. ഒത്തിരി സംഭവം ആക്കണം, ഇത്രയും വലുതാക്കി എന്നെ. പിന്നെ അവിടെ ഡോക്ടറെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് നീ ഈ പി പി കൊണ്ട് ഇവിടെ വന്ന് കുഴിച്ചിട്ട്, എന്നിട്ട് നീ അങ്ങ് പോയിട്ട് വീണ്ടും പി പി എടുക്കാൻ വേണ്ടി ഇഞ്ഞ് വന്നു. അല്ലടാ പീപ്പ. അങ്ങനെ പി പി എടുക്കാൻ വന്നല്ല, ഈ കൊച്ചിനെ ഇഷ്ടമായിട്ടാണ് വന്നേന്നല്ല. ഞാൻ ഇഷ്ടമായിട്ട് വന്നതാണ്. ഈ കൊച്ചിനെ ഇഷ്ടമായിട്ട് വന്നതല്ല. അല്ല പി പി എടുക്കാൻ വേണ്ടി വന്നു. എനിക്ക് പി പി കിട്ടി, പി പി മാത്രം മതി, ഊതി ജീവിച്ചോളാം. കണ്ടിന്യൂ. അങ്ങനെ എനിക്ക് ഇവിടെ ഇഷ്ടമല്ല, ഞാൻ പോവാ. അങ്ങനെ പറയരുത്. കെട്ടണം. കെട്ടണം. അമീറിന്റെ മകനല്ലേ നീ? നേരെ മ്യൂസിക് വായിച്ച അമീറിന്റെ കെട്ടണം. അപ്പൊ കെട്ടാൻ പറ്റത്തില്ലല്ലോ. കെട്ടിക്കഴിഞ്ഞാൽ എനിക്കെന്താ പ്രയോജനം? എന്താ പ്രയോജനം? അതുകൊണ്ട് ഈ കാണുന്ന ഈ സർക്കസ് കൂടാരം കണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം മുന്നേ കേട്ടോ. ഇത് നിനക്കുള്ളതാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ലൈല നിനക്കുള്ളതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നഗരസഭയിൽ നിന്ന് ആൾക്കാർ വരും. അപ്പൊ നീ പറയരുത് ഇത് നമ്മുടേതാണെന്ന് പറയരുത്. നമ്മുടേതാണെന്ന് പറയരുത്. കാരണം എന്താണെന്നറിയാവോ? ഈ നഗരസഭയുടെ വസ്തുവിൽ നമുക്ക് സർക്കസ് കളിക്കാൻ അനുമതിയുള്ളൂ, വീട് വെക്കാൻ അനുമതിയില്ല. ഇത് പുറമ്പോക്കാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പുറമ്പോക്കാന്നോ? അതെ. ഈ പുറമ്പോക്ക് കാര്യം അങ്ങോട്ട് ഇയാൾ അങ്ങോട്ടെല്ലാം പോകും, ഞാൻ ഊതിക്കൊണ്ട് അങ്ങോട്ടെല്ലാം പോകാൻ പോവാ. ക്ലൈമാക്സ് ആണ് അല്ലേ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.